ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. എസ്പെഷ്യലി ഡിഫൻസ് സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ നമ്മൾ കാത്തിരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറയുന്നത് US നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ന്യൂസായിരുന്നു. US സെൻട്രൽ ബാങ്ക് തലവൻ പുതിയ ചെയർമാനായിട്ടുള്ള കെവിൻ വാർഷ്, അദ്ദേഹം ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചിട്ടില്ല, കട്ടും ചെയ്തില്ല. പക്ഷേ റേറ്റ് ഹൈക്ക് ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു. അത് കാരണം ഡോ എല്ലാം തന്നെ ഇന്നലെ ഏകദേശം ഒരു 800 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. നാസ്ഡാക്കും ഫോളോ ചെയ്തു. പക്ഷേ അതേ US മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചു കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഇറാൻ US ഡീലുകളെല്ലാം തന്നെ അതിൻ്റെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ട്രംപിൻ്റെ ഒരു പ്രസ്താവനയാണ്. ട്രംപ് ഈ ഒരു പ്രസ്താവന നടത്തിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തിൻ്റെ ഒരു ഡിന്നർ പ്രോഗ്രാമിനിടെയാണ് ഈ ഒരു രേഖ ഒപ്പുവെച്ചതായിട്ട് ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് ക്രൂഡ് പ്രൈസ് 80-നും താഴെ വന്ന് വളരെ കൂൾ ഡൗൺ ആയി. US മാർക്കറ്റ് ആവട്ടെ ശക്തമായ രീതിയിൽ ഡോയും നാസ്ഡാക്കും റാലി രേഖപ്പെടുത്തി. അതിന് പിന്നാലെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും റാലി രേഖപ്പെടുത്തി. ഗിഫ്റ്റ് നിഫ്റ്റി വലിയൊരു ഫോൾ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയും തിരിച്ചു കയറിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഇന്നലെ US മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇറാൻ ഇഷ്യൂ കാരണം മാർക്കറ്റ് കയറിയപ്പോൾ ഏഷ്യൻ മാർക്കറ്റും US മാർക്കറ്റിനോടൊപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും തിരിച്ചു കയറിയ ഒരു കാഴ്ചയിലാണുള്ളത്. നമുക്ക് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ US ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $60 ഉയർന്നു 1.5%. ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് 4318 സിൽവറും 70, ബിറ്റ്കോയിൻ 64,000, ബ്രന്റ് ഓയിൽ 80-ന് താഴെ വന്നു. കൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,042. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ, മേ ബി അത് പ്ലസ്സും ആവാം, കാരണം ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പ്ലസ് ആണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.5% റാലി രേഖപ്പെടുത്തി. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ കാണാം US VIX സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്കും ഡോയും ഭീകരമായ രീതിയിൽ ഇടിഞ്ഞിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും വിപ്രോ 4% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫോസിസ് ഫ്ലാറ്റാണ്. HDFCയും 2% വീതം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളതാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് 24,100 നിഫ്റ്റിയുടെ മേജർ സ്പോട്ട്. മേജർ സപ്പോർട്ട് 24,000 നിലനിൽക്കുമ്പോൾ 24,500 റെസിസ്റ്റൻസ് സോണുകളായിട്ടും PCR above 1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇനി ബിറ്റ്കോയിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബിറ്റ്കോയിൻ 64,457. ബിറ്റ്കോയിനിലൊക്കെ നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യൻ ബ്രോക്കർ തന്നെയാണ്. അപ്പോൾ അത് ട്രേഡ് ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ക്രിപ്റ്റോയുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങളുടെ വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും ഫില്ല് ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. പുതിയ മെഡിസിൻ US ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. HFCLന് 2,666 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RBNLന് 967 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റെയിൽറ്റെയിൽ കോർപ്പറേഷന് 52 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ശ്രീറാം ഫിനാൻസ് ഇവരുടെ ട്രാക്ടർ ഫാം എക്യുപ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ അതിൻ്റെ വോളിയം 15 to 17% വരെ ഉയരും എന്ന് കമ്പനി അറിയിച്ചു. നെയ്ബ് കമ്പനി അവരൊരു പുതിയ ബോംബ് സിസ്റ്റം ആർമിക്ക് വേണ്ടിയിട്ട് അവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ്. വാരേസ് എനർജി കമ്പനി 30 കോടി രൂപയുടെ ഒരു പുതിയ കോൺട്രാക്റ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എൻഡുറൻസ് ടെക്നോളജി കമ്പനി അവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ലിഥിയം ബാറ്ററിയുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചതായിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫ്രീ ക്രിപ്റ്റോ കോഴ്സ് ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യാം. വൈകിട്ട് കാണാം. താങ്ക് യു.